സഞ്ജു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ഹിറ്റിംഗ് ബാറ്റ്സ്മാനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. വേൾഡ് കപ്പിന് ഞാൻ വെസ്റ്റ് ഇൻഡീസിൽ പോയിരുന്നപ്പോൾ ക്ലൈവ് ലോയിഡുമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ നടത്തി. ക്ലൈവ് ലോയിഡ് പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും അടിച്ച് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സഞ്ജു ആണ്. എനിക്ക് തന്നെ അത്ഭുതമാണ് അയാൾ എന്തുകൊണ്ടാണ് 11-ലില്ലാത്തതെന്ന്. അത്രയും വലിയ ഒരു വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ അത് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇല്ലേ? അങ്ങേരെ പോലെ ബൗളേഴ്സിനെ ഡിമോളിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ഇല്ല. ടാലൻ്റ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. പലപ്പോഴും വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കാതിരുന്നപ്പോഴത്തേക്ക് കെപ്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തില്ലല്ലോ. സഞ്ജു 3 മാച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒന്നിലൊരു ഡക്ക് അടിച്ച് കഴിഞ്ഞാൽ ഉടൻ ഡ്രോപ്പ് ചെയ്യും. പക്ഷേ മാച്ച് എടുത്ത് നോക്കൂ, ലാസ്റ്റ് മാച്ച് ഒരു 50 ആയിരിക്കും, അടുത്ത ഫോർമാറ്റിൽ ഒരു 100 ആയിരിക്കും. ബട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാത്തത്? ക്യാപ്റ്റൻസുമായിട്ടും കോച്ചുമായിട്ടും സംസാരിക്കുമ്പോൾ വിക്കറ്റ് കീപ്പർ ഒരാളെ വേണം, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. ചിലപ്പോൾ KL രാഹുലിനേക്ക് പോകും, അപ്പോഴത്തേക്ക് വേറൊരു ബാറ്റ്സ്മാനെ കയറ്റും. അയാൾ ശരിക്കും പറഞ്ഞാൽ വിക്കറ്റ് കീപ്പർ അല്ല, ഓൺ എ സോളിഡ് ബാറ്റ്സ്മാനായിട്ട് കളിക്കേണ്ട, മിഡിൽ ഓർഡറിൽ കളിക്കേണ്ട അല്ലെങ്കിൽ ഓപ്പണറായിട്ട് കളിക്കേണ്ട ഒരു ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ.